നമ്മുടെ ദൈവസമ്പത്തിലുള്ള Hallelujah. പാപത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. Praise the Lord. Hallelujah. I mean, हमारे कलीसिया में I mean बोलते हैं कि पास्टर जी मेरा बेटा पास हो गया, परमेश्वर का कृपा था करके गवाही बोलते हैं. ചിലപ്പോൾ സഭയിൽ ചില വ്യക്തികൾ സാക്ഷ്യം പറയാറുണ്ട്, ദേവദാസനെ എന്റെ കുഞ്ഞ് പാസ്സായി, നല്ല മാർക്ക് ലഭിച്ചു, ദൈവത്തിന്റെ കൃപയാണ്. वो बड़े अनर्थ से बच गया, परमेश्वर का कृपा था करके बोलकर बैठ जाते हैं. ചിലര് പറയാറുണ്ട്, വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാണെന്ന് പറയാറുണ്ട്. हालेलुया. ऐसे हालेलुया बहुत सारे प्रार्थना विषयों को कहकर कहता है कि वो परमेश्वर का कृपा रहा. ഇങ്ങനെയുള്ള മിക്കവാറും പ്രാർത്ഥന വിഷയങ്ങളെ മറുപടി പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് ദൈവത്തിന്റെ കൃപയെന്ന്. लेकिन केवल उसके लिए परमेश्वर ने हमारे लिए कृपा नहीं दिया है, കേവലം ഇതിനു വേണ്ടി മാത്രമല്ല ദൈവം തന്റെ കൃപ ചൊരിഞ്ഞത്, बल्कि वो कृपा इस प्रकार है कि एक व्यक्ति ने बहुत बड़ा एक जमीन खरीद लिया है. ആ കൃപയുടെ അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു വ്യക്തി ഒരു വലിയ ഭൂമി വാങ്ങിച്ചു എന്നിരിക്കട്ടെ. जमीन खरीदने के बाद में यदि वहां पर जाने के लिए भी तैयार नहीं है, समय नहीं है, ऐसा ही छोड़ दिया, तो उस जमीन का हालत क्या हो सकता है. ആ ഭൂമി വാങ്ങിച്ചിട്ടതിന് ശേഷം ഈ വ്യക്തി ആ ഭൂമിയെ തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് പോയി യാതൊന്നും ചെയ്യാതെ അതിനെ ഇട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക, അതിന്റെ അവസ്ഥ എന്താകും. हालेलुया. सोचकर देखिएगा. हालेलुया. वहां पर जमीन खरीद के डाल दिया, कुछ समय के बाद में थोड़ी ना हम अमरूद तोड़ने के लिए जाएंगे, थोड़ी ना हम संतरे तोड़ने के लिए जाएंगे, हालेलुया, फसल काटने के लिए थोड़ी ना जाएंगे, क्योंकि हमने तो कुछ डाला नहीं है उगने के लिए. यदि हम डालते तो ही तो उसका फल बाहर आता था. ആ ഭൂമി വാങ്ങിച്ചിട്ടു എന്ന പേരിൽ മാത്രമായി കുറെ കാലം കഴിയുമ്പോൾ നമ്മൾ പോകുമോ? എന്തെങ്കിലും അവിടെ നിന്ന് പേരയ്ക്ക പറിക്കാൻ, ഓറഞ്ച് പറിക്കാൻ നമ്മൾ പോയാൽ വല്ലതും കിട്ടുമോ? ഇല്ല. നമ്മൾ എന്തെങ്കിലും വിതച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കൊയ്തു കൊണ്ടുവരുവാൻ കഴിയത്തുള്ളൂ. बल्कि जो जमीन हमने खरीदा है, यदि कुछ समय तक हम उसको देखने के लिए नहीं गया है, तो फिर जाने के लिए हमारे अंदर थोड़ा डर हो जाएगा. ആ ഭൂമി വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ നമ്മൾ അവിടെ വിസിറ്റ് ചെയ്തില്ല എങ്കിൽ, പോയില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാൻ പോലും ഭയമാകും. क्योंकि उसके अंदर कांटे और जंगली पेड़ पौधे उगना शुरू हो जाएगा. ആ ഭൂമിയിൽ മുള്ളും പറക്കാരിയും എല്ലാം കളകളും മുളച്ച് വളരുവാനിടയാകും. वो जंगल जैसा हो जाएगा और उसके अंदर जंगली जानवर भी होना शुरू हो जाएगा. അത് കാട് പിടിച്ച് അതിനകത്ത് കാട്ടുമൃഗങ്ങൾ കയറി उसके अंदर सांप रहेगा, बिच्छू रहेगा, सब कुछ रहेगा जो हमारे अनर्थ का कारण हो सकता है. അതിനകത്ത് പാമ്പും തേളും എല്ലാം കയറി നമുക്ക് ഭയാനകമായ പലതും അതിനകത്ത് താമസിക്കും. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? समझ में आ रहा है? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? या सब कुछ आपके ऊपर से जा रहा है? എല്ലാം തലയ്ക്ക് മേളിൽ കൂടെ പോവുകയാണ്. हालेलुया. प्रेज द लॉर्ड. हालेलुया. आमीन आमीन. प्रेज द लॉर्ड. आमीन. जब जमीन खरीदा है तो उसे तैयार करना भी बहुत जरूरी है. നമ്മളൊരു ഭൂമി വാങ്ങിച്ചെങ്കിൽ അതിനെ എന്നും ഒരുക്കണം. हालेलुया. हमारे पार्सनेज के पीछे एक बड़े एरिया है. ഞങ്ങളുടെ പാഴ്സനേജിന്റെ പുറകിൽ നല്ല ഒരു ഏരിയ സ്ഥലമുണ്ട്. थोड़ा जमीन पर हम खेती वगैरह भी कर लेते हैं. കുറച്ച് സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. लेकिन पूरा जमीन करने के लिए काफी बार समय नहीं मिलता है. മുഴുവൻ ഭൂമിയെ ഉപയോഗിച്ച് പണി ചെയ്യുവാനുള്ള സമയം കിട്ടാറില്ല. लेकिन हम एक माली को रखा है ताकि वो हर ऑल्टरनेटिव डेज आकर उस जगह पूरा साफ रखे. എന്നാൽ ഇവിടെ ചർച്ചിൽ ഒരു മാലി വരുന്നുണ്ട്, തോട്ടക്കാരൻ വരുന്നുണ്ട്, അവൻ വന്ന് ഇവിടെ എല്ലാം വൃത്തിയാക്കും. हालेलुया. और उसके काम सुविधा और अच्छा करने के लिए उसके हाथ में हमने मशीन भी खरीद कर दे दिया है. അവന്റെ പണി എളുപ്പമാക്കേണ്ടതിന് വൃത്തിയാക്കുവാനായിട്ട് അവന് വേണ്ടി ഒരു മെഷീനും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. एक ही कारण है ताकि वो जंगल जैसा ना बने. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് കാട് കയറരുത്. हर समय आकर साफ सफाई में वो रखना है, नहीं तो सांप आएगा. अलग अलग प्रकार के जानवर उसके अंदर आ जाएगा. അത് ഇടയ്ക്കിടയ്ക്ക് നന്നായി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അതിനകത്ത് പാമ്പ് കയറുന്ന ഒരു പ്രശ്നമുണ്ട്. हालेलुया. उसी प्रकार है हमारे मसीह जिंदगी. അത് തന്നെയാ അതുപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതവും. उस जमीन खरीद कर तो रख दिया, परमेश्वर ने हमारे लिए वो अनुग्रह तो दे दिया, लेकिन हम उसके लिए कितना प्रयत्न कर रहे हैं, उसमें क्या ट्रांसफॉर्मेशन के लिए हम कार्य कर रहा है, उसको आज सुबह हम परखना बहुत जरूरी है. നമ്മള് ഭൂമി വാങ്ങിച്ചിട്ടിരിക്കുന്നത് പോലെ ക്രിസ്തീയ അനുഭവം വാങ്ങിച്ചു വെച്ചിട്ട് ദൈവം തന്ന കൃപ അന്ന് അനുഭവിച്ചിട്ട് പിന്നീട് നമ്മൾ അതൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക്
എത്രമാത്രം അതിനെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. उसके अंदर हर दिन वो ट्रांसफॉर्मेशन उस बदलावट होना बहुत जरूरी है. ദിനം പ്രതിയുള്ള ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. हालेलुया. एक व्यक्ति में परमेश्वर की कृपा है या परमेश्वर ने उसे हालेलुया उसके ग्रेस के द्वारा छुड़ाया है करके हम कैसे आइडेंटिफाई कर सकते हैं? ഒരു വ്യക്തി കൃപയാൽ വിടുവിക്കപ്പെട്ടു വീണ്ടെടുക്കപ്പെട്ടു എന്ന് എങ്ങനെയാണ് ആ വ്യക്തിയെ കണ്ട് മനസ്സിലാകുന്നത്? कैसे आइडेंटिफाई करेंगे? നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? हालेलुया. आप यदि एक व्यक्ति को देखा पता चलेगा कि ये मसीह व्यक्ति है या नहीं, कैसा हम आइडेंटिफाई करेंगे? ഒരു വ്യക്തിയെ നമ്മൾ കണ്ടാൽ അവൻ ക്രിസ്ത്യാനിയാണോ വീണ്ടെടുക്കപ്പെട്ടവനാണോ എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? उसके अंदर का फल से आइडेंटिफाई करना शुरू करते हैं. അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഫലമാണ് അവനെ തിരിച്ചറിയുവാനിടയാക്കുന്നത്. कल कुछ चीज खरीदने के लिए यहाँ पर एक मार्केट में गया. ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇവിടെ മാർക്കറ്റിൽ പോയി. मैं एक साधारण टी शर्ट पहनकर गया, हेलमेट पहना था ताकि आइडेंटिफाई ना करे, इसके लिए साधारण तरीके से वहां पर गया हुआ था. ഒരു ടീഷർട്ട് ഇട്ട് ഒരു ഹെൽമെറ്റ് ഇട്ട് ഒരു സാധാരണക്കാരനെ പോലെയാ പോയത്. मैं जब सामान खरीद रहा था वो व्यक्ति मुझसे पूछा कि आप चर्च का फादर है क्या? ആ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കടക്കാരൻ ചോദിക്കുകയാ, താങ്കൾ ചർച്ചിന്റെ ഫാദർ ആണോ? मुझे वो पहले बार मिल रहा है. അവനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. इससे पहले कभी भी उसके साथ एक मुलाकात नहीं हुआ. ഇന്ന് വരെ അവനെ കണ്ടിട്ടില്ല. प्रेज़ लॉर्ड. और मैंने बोला कि आपको कैसे पता? ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ മനസ്സിലായി? नहीं, आपको वो बोली में ऐसा लग रहा है कि आप कोई चर्च का फादर है करके. നിങ്ങളുടെ സംസാരത്തിൽ എനിക്ക് തോന്നി നിങ്ങൾ ഒരു ചർച്ചിന്റെ ഫാദർ ആണ്. यहाँ के हिंदू लोग आइडेंटिफाई कर पा रहे हैं कि मसीह कौन है, यहाँ के लोग कौन है करके. ആ വ്യക്തി ഒരു ഹിന്ദു ആയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവന് മനസ്സിലാകുന്നുണ്ട് ക്രിസ്ത്യാനി ആരാണ്, അവൻ അല്ലാത്തവന്റെ സംസാരം എന്താണ്. आपको देखकर लोग कहे कि इसमें मसीह यीशु है करके. നമ്മളെ കണ്ട ആളുകൾ പറയണം ഇവൻ ക്രിസ്തു വസിക്കുന്നവനാണ്. मैं भी शॉक हो गया. मैं सोचा कि मैं अपने आप को देखा कि मैं तो एक नॉर्मल टी शर्ट पहन कर आया है, एक अच्छा व्हाइट शर्ट वगैरह पहन के जाता तो आइडेंटिफाई करना और इजी रहता, लेकिन नॉर्मल ड्रेस पहन कर गया, फिर कैसा इनको समझ में आया करके मैं सोच रहा था. ഞാൻ എന്നെ തന്നെ നോക്കുവാനിടയായി. ഞാനൊരു സാധാരണ ഡ്രസ്സ് ധരിച്ചാണ് പോയത്, വെള്ള ഷർട്ട് ഒന്നും ഇട്ടല്ല പോയത്. പിന്നെ ഇവൻ എങ്ങനെ മനസ്സിലായെന്ന് ചിന്തിക്കുവാനിടയായി. हालेलुया. हमारे अंदर का बदलावट संसार देखने के लिए परमेश्वर ने बुलाया है. നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന മാറ്റം ഈ ലോകം കാണണം. उसके लिए हमारे अंदर वो फल होना बहुत जरूरी है. അതിന് തക്ക ഫലം നമ്മിൽ നിന്ന് പുറപ്പെടണം. लेकिन उससे पहले हमारे अंदर कुछ साफ सफाई करना है. उस साफ सफाई हर दिन होना बहुत जरूरी है. നമ്മിൽ നടക്കുന്ന ആ ശുദ്ധീകരണം അത് ദിനം പ്രതി നമ്മിൽ നടക്കണം. गलातियों के पत्री उसके 5वें अध्याय 19वें आयत से हम क्या क्या चीजों का सफाई करना है करके वहां पर बताया गया है. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20 മുതൽ 19 മുതലുള്ള ഭാഗങ്ങളില് നമ്മളിൽ എന്തെല്ലാം വിഷയങ്ങളിൽ ശുദ്ധീകരണം നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. वहां पर बताया गया है. हम पढ़ेंगे प्रेज़ लॉर्ड. गलातियों के पत्री 5 अध्याय उसके 19वें आयत. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മുതൽ ജഡത്തിന്റെ പ്രവൃത്തികളോ दुर्नड़प शरीर का अभिलाषाएं क्या क्या है करके वहां पर बताया गया है. ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്. वहां पर सबसे पहला कहा गया है कि सेक्सुअल इमोरालिटी करके बारे में बताया गया है. व्यभिचार करके शब्द वहां पर यूज किया गया है. അവിടെ ദുർനടപ്പ് എന്ന ഒരു കാര്യമാണ് ഏറ്റവും ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നത്. हालेलुया. हर एक पाप जो बाहरी तौर से होता है, लेकिन व्यभिचार एक ही पाप है जो हम हमारे शरीर के अंदर कर रहा है. മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലായി ആമേൻ കൺസിഡർ ചെയ്യുമ്പോൾ ആമേൻ ദുർനടപ്പ് അല്ലെങ്കിൽ വ്യഭിചാരം ലൈംഗിക പാപങ്ങളെ ആമേൻ ശരീരത്തിന് अगत संभविക്കുന്നതായി കരുതുന്നു. बाकी के सारे पाप के विषय हम बाहरी तौर से देखते हैं, लेकिन सेक्सुअल इमोरालिटी हमारे शरीर के अंदर करने वाला पाप है करके वचन में सिखाता है. മറ്റു പാപങ്ങളെല്ലാം ശാരീരിക അഭിലാഷമായി ആമേൻ പുറമേ കാണുമ്പോൾ ലൈംഗിക പാപങ്ങളെ ആമേൻ ശരീരത്തിന് അകത്ത് സംഭവിക്കുന്ന ഒരു പാപമായി കരുതുന്നു. और जब हम अंदर करते हैं वो बाहर भी दिखाना शुरू हो जाता है. നമ്മുടെ ഉള്ളിൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ അത് വെളിയിൽ വെളിപ്പെടുന്നു. It will start reflecting through us. Hallelujah. हमारे द्वारा बाहर भी उसका praise Lord reflection होना शुरू हो जाता है. നാം അകത്ത് ചിന്തിച്ച് ചെയ്യുന്ന പാപങ്ങൾ തുടങ്ങി അത് വെളിയിൽ വെളിപ്പെട്ടു വരുവാനിടയാകും. इसके लिए पौलुस
कहता है कि सेक्सुअल इमोरालिटी से हम बचकर निकलना है, उसे साफ करना बहुत जरूरी है। അതുകൊണ്ടാണ് പൗലോസ് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നത് ലൈംഗിക പാപങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടണം, വിശുദ്ധിയിൽ ജീവിക്കണമെന്ന്. हालेलुया। और दूसरा हम देखते हैं इम्प्यूरिटीज, गंदे काम के बारे में वहां पर पौलुस याद दिलाता है। രണ്ടാമത് പൗലോസ് പറയുന്നത് അശുദ്ധി. Hallelujah. All bad thoughts and deeds of a man. I mean, हर एक गंदे काम, गंदे सोच, विचार, हालेलुया, I mean, एक व्यक्ति को इम्प्योर करता है करके पौलुस वहां पर स्मरण दिलाता है। രണ്ടാമത് പൗലോസ് പറയുന്ന അശുദ്ധി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചിന്തിച്ചു കൂട്ടുന്ന ആമേൻ വിശുദ്ധിയില്ലാത്ത അശുദ്ധമായ ചിന്തകളും പ്രവർത്തികളും തന്റെ മനസ്സിൽ നിരൂപിക്കുന്നതിനെ പൗലോസ് പറയുകയാണ്. परमेश्वर का ग्रेस, उसकी अनुग्रह हमें ट्रांसफॉर्म करने के लिए दिया गया है। ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ പകരപ്പെട്ടിരിക്കുകയാണ്. यदि हमारे अंदर रूपांतरण नहीं होता है, वो गंदे काम हमें नियंत्रण करना शुरू करता है। ആ കൃപയാൽ നമ്മൾ ഒരു രൂപാന്തരം അനുഭവിച്ചിട്ടില്ല എങ്കിൽ അശുദ്ധി നമ്മളിൽ വാഴുവാനിടയായി തീരും. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? हालेलुया, प्रेज़ लॉर्ड। अनुग्रह का प्रचार नहीं हो रहा है, बल्कि हमें करेक्ट करने वाला प्रचार आमीन हो रहा है। വലിയ അനുഗ്രഹത്തിന്റെ പ്രസംഗമല്ല, ആമേൻ, ആശിഷ്, വലിയ അനുഗ്രഹത്തിന്റെ പ്രസംഗമല്ല നടക്കുന്നത്, ആമേൻ, പാപത്തിന്റെ ശുദ്ധീകരണത്തിന്റെ പ്രസംഗമാണ് നടക്കുന്നത്. आमीन। हमारे बारे में पवित्र आत्मा वही चाहता है, जब तक हम अंदर ही अंदर साफ ना हो जाए, तब तक परमेश्वर के लिए हम आमीन इस्तेमाल नहीं हो पाएंगे। എത്ര നാൾ നമ്മുടെ ഉള്ളിൽ ഒരു ശുദ്ധീകരണം നടക്കുന്നില്ല, അന്ന് വരെ നമ്മളിൽ പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന് വചനം പറയും. हालेलुया। तीसरे बात हम देखते हैं डिबॉचरी, हालेलुया, प्रेज़ लॉर्ड, आमीन, लुचपन करके वहां पर बताया गया है। മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദുഷ്കാമം. Hallelujah. A person who is always ready to do the sins. ഒരു വ്യക്തി എപ്പോഴും പാപം ചെയ്യുവാൻ ഒരുക്കമുള്ള ഒരു വ്യക്തി. हर समय वो पाप करने के लिए तैयार है। എപ്പോഴും അവന്റെ മനസ്സിൽ പാപമാണ്. अरे उसके बोली में भी पाप भरा हुआ है। അവന്റെ വർത്തമാനത്തിൽ പാപമാണ്. I mean, कुछ लोगों को शायद आपने देखा होगा, वो बोलते बोलते इतना गाली देगा, उसे पता भी नहीं चलेगा, लेकिन उसका नॉर्मल लाइफस्टाइल बन गया है। ചില വ്യക്തികളുടെ സംസാരം എന്ന് പറയുന്നത് അവര് ജീവിതം മുഴുവൻ അവരുടെ എപ്പം വർത്തമാനം പറഞ്ഞാലും വാ തുറന്നാലും അവർ പാപവും വൃത്തികേടുമേ പറയും. हालेलुया। किसी और को रेस्पेक्ट वाला एक शब्द उनके मुंह से कभी नहीं निकलेगा। മറ്റുള്ളവരെ ബഹുമാനിച്ച ഒരു വാക്ക് അവന്റെ വായിൽ നിന്ന് വരത്തില്ല. हालेलुया, प्रेज़ लॉर्ड, आमीन। उसे पाप करने के लिए कोई डर भी नहीं, क्योंकि वो उसका स्वभाव बन गया है करके वहां पर बताया गया है। പാപം ചെയ്യുന്നതിന് യാതൊരു ഭയവുമില്ല, കാരണം അത് ദിനംപ്രതിയുള്ള സ്വഭാവമായി അംഗീകരിച്ചിരിക്കുക. हालेलुया। he has no shame, no guilty conscience, आमीन, किसी प्रकार का कोई शर्म तक नहीं है, बल्कि वो हर समय आमीन उस पाप के अनुसार अपने जिंदगी को बिता रहा है। അവന്റെ വാക്കുകളിലും അവൻ ചെയ്യുന്ന പ്രവർത്തികളിലും അവന് യാതൊരു നാണമില്ലാത്ത രീതിയിലുള്ള ജീവിത ശൈലിയിൽ പാപത്തിൽ ജീവിക്കുന്ന വ്യക്തി. पौलुस कहता है कि ऐसे अनुभव से भी हमारे अंदर ट्रांसफॉर्मेशन होने के लिए उसका कृपा हमारे अंदर दिया गया है। അങ്ങനെയുള്ള ജീവിത ശൈലിയിൽ നിന്നൊരു മാറ്റം വരുവാൻ ദൈവത്തിന്റെ കൃപ നമ്മളിൽ വരണമെന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ट्रांसफॉर्मेशन होना बहुत जरूरी है, രൂപാന്തരം വന്നേ പറ്റൂ. नहीं तो हमारे मसीह जिंदगी से कोई फायदा नहीं है। അല്ലെങ്കിൽ പിന്നെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തർത്ഥമാ ഉള്ളത്? अरे परमेश्वर ने अनुग्रह किया, चंगाई मिला, छुटकारा मिला, हमें इमारतें खरीद लिया, हालेलुया, प्रेज़ लॉर्ड, सब विदेश चले गया, उसमें परमेश्वर को क्या लाभ मिल रहा है? നമ്മൾ കുറെ പ്രാർത്ഥിച്ചു, നമുക്ക് രോഗസൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, കൊട്ടാരം വാങ്ങിച്ചു, എല്ലാരും കൂടെ വിദേശത്ത് പോയി, എന്ത് അനുഗ്രഹമാ ദൈവത്തിന് ഇതിൽ നിന്ന് നമ്മളെ കൊണ്ട് എന്ത് ആമേൻ ലാഭമാ ലഭിച്ചത്? हालेलुया। लेकिन दिया हुआ जमीन में कोई साफ सफाई नहीं हो रहा है, उसके अंदर कांटे और जंगली पौधे उग रहा है। നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന ഭൂമിയിൽ യാതൊരു വൃത്തിയാക്കലും നടക്കുന്നില്ല, അവിടെ കാടും കേറി അവിടെ ആമേൻ കാട്ടുമൃഗങ്ങൾ താമസിക്കും. आमीन, प्रेज़ लॉर्ड। चारवे हम देखते हैं, फोर्थ वन, आइडोलेट्री, मूर्ति पूजा के बारे में वहां पर बताया गया है। നാലാമതായി നമ്മൾ
കാണുന്നു വിഗ്രഹാരാധന. Amen. Praise the Lord. परमेश्वर को छोड़कर परमेश्वर को रिप्लेस करने वाला कुछ भी हमारे जिंदगी में है वो मूर्ति पूजा के तुलना है करके परमेश्वर को वचन में सिखाते हैं. ദൈവത്തെക്കാൾ അധികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം വിഗ്രഹാരാധന എന്ന് വചനം പഠിപ്പിക്കുന്നു. चाहे वो हमारा परिवार हो, हमारा नौकरी हो, हमारे घर हो, हमारे पोजीशंस हो, कुछ भी हो, हालेलुया, परमेश्वर से ज्यादा यदि हम प्यार कर रहे हैं तो वो एक आइडोलेट्री है करके पौलुस हमें स्मरण दिलाता है. നമ്മുടെ വീടോ ഭവനമോ പദവിയോ മക്കളോ എന്തൊരു കാര്യത്തിനും നമ്മൾ ദൈവത്തെക്കാൾ അധികം പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ അത് വിഗ്രഹമാണ് നമ്മുടേത്. हालेलुया. पांचों हम देखते हैं टोना करना, विचक्राफ्ट के बारे में हम देखते हैं. അഞ്ചാമത്തേത് ആഭിചാരം. हालेलुया. आजकल तो वो बहुत बढ़ते जा रहा है. ഈയിടെയായിട്ട് ഈ കൂടോത്രം ഒത്തിരി വർദ്ധിക്കുന്നുണ്ട്. हालेलुया. प्रेज़ द लॉर्ड. उसके अंदर लोगों का भरोसा बढ़ना शुरू हो गया है. ഇന്ന് ആളുകളുടെ ആശ്രയം ഇപ്പോൾ ആഭിചാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. हमने सुना है विश्वासी लोग भी आजकल उसके पीछे जा रहा है. വിശ്വാസികൾ പോലും ആഭിചാരം ചെയ്യാൻ പോകുന്നെന്ന് കേട്ടു अरे തുടങ്ങി. परमेश्वर ने आपके अंदर दिया हुआ कृपा कहाँ गया? आप संसार के जादू टोना के पीछे जाने के लिए परमेश्वर ने नहीं बुलाया है. ദൈവം പകർന്നിരിക്കുന്ന കൃപ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ ലോകത്തിന്റെ പുറകെ ആഭിചാരത്തിന് ചെയ്യുവാനായി आप പോവുകയാണ്. शैतान को अनुमति दे रहा है ताकि आपको आकर वो पीड़ा करते रहे. പിശാചിന് ആമേൻ മുഴുവൻ അനുവാദവും കൊടുക്കുകയാണ് നിങ്ങളെ വന്നുപദ്രവിക്കാൻ. हालेलुया. You are giving an open invitation. आकर हमारे परिवार को तोड़ दो, हमारे मसीह जिंदगी को तोड़ दो बोलकर हम उसको अनुमति दे रहे हैं. നമ്മൾ പിശാചിനെ ആമേൻ എന്റെ കുടുംബത്തിൽ നീ വന്നു കയറി എന്നെ നശിപ്പിക്കെന്ന് പറഞ്ഞ് ആമേൻ എഴുതിയ ഒരു കത്ത് കൊടുത്ത് അനുവാദം കൊടുക്കുന്നത് പോലെയാണ് ആഭിചാരം. हालेलुया. इसके लिए उसमें से बचकर निकलना है. ट्रांसफॉर्मेशन वहां पर होना भी बहुत जरूरी है. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ഒരു ജീവിത രൂപാന്തരം നമ്മൾക്ക് ആവശ്യമാണ്. हालेलुया. 6 हम देखेंगे बैर करना, आई मीन हेट्रेड करके वहां पर बताया गया है. ആറാമത്തേതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പക. हालेलुया. इट्स एन एटीट्यूड ऑफ योर हार्ट. हमारे हृदय का एक प्रेज लॉर्ड आई मीन आचरण है करके वहां पर बताया गया है. അവിടെ അത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാവമാണ്, മനോഭാവം. हालेलुया. प्रेज लॉर्ड. आपस में प्रेम करने के लिए तैयार नहीं है, आई मीन आपस में रेस्पेक्ट देने के लिए तैयार नहीं है करके हम देखते हैं. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ആദരിക്കുവാനും കഴിയാത്ത ഒരു മനസ്സ്. हालेलुया. दूसरों को प्यार भी नहीं कर पा रहे हैं, दूसरों को आदर भी कर नहीं पा रहे हैं. മറ്റൊരുവനെ സ്നേഹിക്കാനും കഴിയുന്നില്ല, അവനെ ബഹുമാനിക്കാനും കഴിയുന്നില്ല. हालेलुया. वो भैर है. हालेलुया. प्रेज लॉर्ड. आई मीन हेट्रेडनेस से करके परमेश्वर का वचन हमें सिखाते हैं. അതിനെ പക എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. हालेलुया. इफ यू आर नॉट एबल टू लव अदर्स, यदि दूसरे एक व्यक्ति को आप प्यार कर नहीं पा रहे हैं, ये आई मीन प्रेज लॉर्ड जंगली आई मीन प्रेज लॉर्ड पौधा हमारे अंदर उग रहा है. മറ്റൊരുവനെ നമ്മൾക്ക് സ്നേഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ കാട്ട് വൃക്ഷങ്ങൾ നമ്മുടെ ഉള്ളിൽ വളരുന്നത് പോലെയാണ്. 7वां हम देखते हैं हालेलुया. प्रेज लॉर्ड झगड़ा करना, क्वारलिंग करके वहां पर बताया गया है. അതിനടുത്തത് പിണക്കം, വഴക്ക് എന്ന് നമ്മൾ കാണുന്നു. आई मीन हर समय डिसएग्रीमेंट है, ऑलवेज इन डिसएग्रीमेंट. आई मीन प्रेज लॉर्ड यदि फलाना व्यक्ति ने कहा है तो मैं उसको मानने के लिए तैयार नहीं हूं. എപ്പോഴും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു പിണക്കം. അവര് പറഞ്ഞതാണെങ്കിൽ അത് അംഗീകരിക്കുന്നില്ല. फलाना व्यक्ति बोलता तो मैं सुनता था, लेकिन इस व्यक्ति ने वही बात बोला है लेकिन मैं सुनने के लिए तैयार नहीं है. അവൻ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കേൾക്കുമായിരുന്നു, പക്ഷെ ഇവൻ അത് പറഞ്ഞത് കൊണ്ട് എനിക്ക് പറ്റത്തില്ല. आपने कभी ऐसा देखा है? നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? हमारे कलीसिया के सेवकाइयों में हमने बहुत बार देखा है. ഞങ്ങളുടെ സഭാ ശുശ്രൂഷകളിൽ ഇങ്ങനെയുള്ള സ്വഭാവം ഒരുപാട് കണ്ടിട്ടുണ്ട്. पास्टर अगर वो बोलता तो मैं सुनता, लेकिन इसने बोला इसके लिए मैं नहीं सुनूंगा. അവനായിരുന്നു പറഞ്ഞെങ്കിൽ പിന്നെയും അംഗീകരിക്കാമായിരുന്നു, ഇവൻ പറഞ്ഞത് കൊണ്ട് പറ്റത്തില്ല. I mean, वो सेम बात बोला है लेकिन वो मानने के लिए तैयार नहीं है. കാര്യം ഒന്നു തന്നെയാ, പക്ഷെ ആള് രണ്ടായത് കൊണ്ട് പിണക്കം. हालेलुया. इस्राएलियों का भी वही था, क्वारलिंग था. हालेलुया. मूसा ने कहा अरे मूसा तू ही कहेगा, हालेलुया, क्या हमारे अंदर वो अभिषेक नहीं है करके मूसा से क्वेश्चन करने के लिए तैयार हो रहा है. ഇസ്രായേൽ മക്കളുടെ ഇടയിലും ഇതേ വഴക്കടിപ്പ് തന്നെയായിരുന്നു. മോശ നീ പറയാൻ നീ ആരാ, ഞങ്ങളോട് പറഞ്ഞാൽ ഒക്കത്തില്ലയോ എന്നായിരുന്നു അവർ ചോദിച്ചത്. हालेलुया. प्रेज द लॉर्ड. डिसएग्रीमेंट, हर बात में डिसएग्रीमेंट वहां पर हो रहा है. എല്ലാ വിഷയങ്ങളിലും പരസ്പരം അംഗീകരിപ്പാൻ കഴിയാത്ത ഒരു പിണക്കം. प्रेज द लॉर्ड. 8वां हम देखते हैं ईर्ष्या, जेलसी के बारे में हम देखते हैं. ജാരശങ്ക,
Hallelujah. Praise the Lord. Jealousy. And praise the Lord. यदि Hallelujah. Amen. Praise the Lord. Amen. Hallelujah. वहां पर jealousy, ईर्ष्या के बारे में हम देखते हैं कि and praise the Lord, यदि किसी को है मेरे पास नहीं है तो jealousy हो जाता है. അടുത്തത് അവിടെ പറഞ്ഞിരിക്കുന്നത് അസൂയ, മറ്റൊരുവൻ ഉള്ളത് എനിക്കില്ലെങ്കിൽ അവനോട് ഒരു പ്രയാസം. Hallelujah. Praise the Lord. मुझे क्यों नहीं है बोलकर Hallelujah. Praise the Lord. फिर मुंह फूल जाता है, हम बातें करने के लिए तैयार नहीं है, हाथ मिलाने के लिए भी तैयार नहीं होते. അവനുള്ളത് എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അവനോട് ഭയങ്കര മനപ്രയാസമാ, പിന്നെ അവനെ കാണുമ്പോ കൈ പോലും കൊടുക്കത്തില്ല. Hallelujah. कुछ लोग तो डिप्रेशन में चले जाते हैं. ചിലർക്ക് അങ്ങ് വലിയ നിരാശയിലേക്ക് അങ്ങ് പോവുക. उसका बच्चे को अच्छा नौकरी है, मेरे बच्चे को क्यों नहीं है? അവന്റെ മോന് കണ്ടില്ലേ നല്ല ജോലിയായി, എന്റേതിന് എന്താ ഇല്ലാത്തത്? उसको अच्छा घर है, मुझे क्यों नहीं है? അവന് വീട് കിട്ടി, എനിക്ക് എന്താ ഇതില്ലാത്തത്? हालेलुया. प्रेज़ द लॉर्ड. आपको समझ में नहीं आएगा क्योंकि आपको ऐसा स्वभाव है ही नहीं. നിങ്ങൾക്കാർക്കും ഇത് മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു, കാരണം നിങ്ങൾക്കാർക്കും ഇങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ലാത്തത്. हालेलुया. प्रेज़ द लॉर्ड. हालेलुया. जेलसी, वो क्यों मुझे क्यों नहीं है बोलकर फिर कभी बात करने के लिए तैयार नहीं होते हैं. അവൻ എന്തിനാ ഇതെല്ലാം കൂടെ ലഭിച്ചത്, പിന്നെ എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു പിന്നെ അവനെ കണ്ട വർത്തമാനം പോലും പറയത്തില്ല. हालेलुया. प्रेज़ द लॉर्ड. साथ में प्रभु बोझ लेने वाले हैं लेकिन हाथ तक नहीं मिलाते हैं. ഒരുമിച്ച് കർത്തൃമേശ എടുക്കുന്നവരാ, പക്ഷെ കൈ കൊടുക്കത്തില്ല. प्रेज़ द लॉर्ड. एक मुस्कुराते भी नहीं है. प्रेज़ द लॉर्ड. जय मसीह भी नहीं बोलने के लिए तैयार होते. കണ്ടാലൊന്നും ചിരിക്കത്തില്ലല്ലോ, പിന്നെ എങ്ങനെ അവൻ കൈ കൊടുത്ത് സ്തോത്രം പറയുന്നത്? जेलसी, जेलसी. हालेलुया. प्रेज़ द लॉर्ड. ईर्ष्या होता है. हालेलुया. परमेश्वर कहता है कि वो भी जंगली है, वो भी हम खत्म करना जरूरी है. हालेलुया. उसका कृपा, अपरंपार कृपा मेरे लिए इसके लिए दिया है ताकि मेरे अंदर वो ट्रांसफॉर्मेशन होने पाए. അസൂയ എന്ന ആ കാട്ട് വൃക്ഷത്തെ നമ്മൾ അതിനെ അവൻ വേരോട് പറിച്ചു കളയുവാനാണ് അവൻ അത്യന്തമായ കൃപ നമുക്ക് വേണ്ടി പെരുകി വരുവാനിടയായി. हालेलुया. और भी काफी बातें हैं वहां पर. क्रोध है, विरोध है, फूट है. प्रेज़ द लॉर्ड. आमीन. हालेलुया. विद्रुद्ध है, काफी चीजें वहां पर बताया गया, लेकिन समय खत्म होने के कारण वहां पर मैं समाप्त करने का प्रयास करता हूं. അവിടെ ഇനിയും അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജാലശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വഭഷം, ഭിന്നത, മദ്യപാനം, വെറിക്കൂത്ത്. हालेलुया. वो अगले बार यदि परमेश्वर ने अनुमति दिया तो जरूर उसमें से भी हम मनन करेंगे. അടുത്ത പ്രാവശ്യം സമയം അവസരം ലഭിച്ചാൽ ആ വിഷയങ്ങളെല്ലാം നമ്മൾക്ക് ചിന്തിക്കണം. लेकिन आपने 8 चीजों को सुना है. നിങ്ങൾ 8 കാര്യം എന്തായാലും കേട്ടു. आमीन. 8 चीजों में तो ट्रांसफॉर्मेशन होना है. ഇന്ന് 8 കാര്യങ്ങൾ ഒരു മാനസാന്തരം ഉണ്ടാകും. हालेलुया. लिया हुआ जमीन में आमीन क्या प्रकार का प्रेज़ द लॉर्ड आमीन उग रहा है, बड़े ध्यान से देखकर उसे साफ कर दे, उसे खत्म कर दे, क्योंकि हमारे अंदर दिया हुआ कृपा केवल अनुग्रह के लिए नहीं है, बल्कि हमारे अंदर दिन प्रतिदिन ट्रांसफॉर्मेशन के लिए दिया गया है. നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്ന ഭൂമിയിൽ നമ്മൾ എന്തൊക്കെയാണ് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് വ്യക്തമായിട്ടൊന്ന് ഇന്ന് പകൽക്കാലം ശോധന ചെയ്യാം. ആമേൻ. നമ്മിൽ വന്നിരിക്കുന്ന കാട്ടുവൃക്ഷങ്ങളെയും ആ ചെടികളെയും എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് ശുദ്ധീകരിച്ച് ഒരു മാനസാന്തരം കൃപ നമ്മുടെ മേലിൽ പകർന്നിരിക്കുന്നത്, പാപം പെരുകി വന്നപ്പോൾ കൃപ തന്നിരിക്കുന്നത് നമ്മൾക്കൊരു രൂപാന്തരം വരുവാനാണ്. काफी बार हम गवाही में कहते हैं कि 40 साल पहले परमेश्वर से मेरा मुलाकात हुआ था. उस समय जमीन साफ किया था, उसके बाद में अभी तक जमीन साफ नहीं किया है. നമ്മൾ സാക്ഷ്യത്തിൽ പറയാറുണ്ട്, 40 വർഷം മുമ്പ് ഞാൻ കർത്താവിനെ അറിയുവാനിടയായി. അന്ന് നടന്നതാ ശുദ്ധീകരണം, അത് കഴിഞ്ഞ് ഇന്ന് വരെ ഒന്നും നടന്നില്ല. अरे उसके अंदर पवित्र आत्मा भी काम नहीं कर पाएगा, उतना जंगल हो गया है वो. അതിനകത്ത് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, കാരണം ഒരു ശുദ്ധീകരണവും നടന്നിട്ടില്ല. लेकिन आप एक एक करके हर दिन साफ करना जरूरी है. എന്നാൽ ഓരോ ദിവസവും ഇതിനെ ശുദ്ധീകരിക്കണം. क्योंकि उसके बाद में फल के बारे में भी हम सुनने वाले हैं. हालेलुया. वो फल उगना है तो जंगली बीज वहां से हटना बहुत जरूरी है. ഇതിനോട് ചേർന്ന് തന്നെ ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആത്മാവിന്റെ ഫലം വിതയ്ക്കണമെങ്കിൽ ഈ കാടെല്ലാം ഒന്ന് വൃത്തിയാക്കിയേ പറ്റത്തുള്ളൂ. क्या आप खुश हैं? നിങ്ങൾ സന്തോഷമാണോ? आप खुश हैं? आप നിങ്ങൾ എല്ലാവരും സന്തോഷമാണോ? समझ में आ रहा है? മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കുന്നു. Praise the Lord. हालेलुया. परमेश्वर हमारे बारे में क्या चाहता है उसके अनुसार हमारे जिंदगी को व्यक्त करना बहुत जरूरी है. ദൈവം നമ്മെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ജീവിതം നമുക്ക് ആമേൻ ആവശ്യമാണ്. एक बात हम समझे कि पुनरुत्थान का शक्ति हमारे अंदर उसने उंडेला है. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ മേലിൽ और പകർന്നിരിക്കുന്നു. पौलुस प्रार्थना करता है कि मेरे अंदर की आंखें खुल जाए
जाए, ज्योतिर्मय हो, ताकि मेरे लिए रखा हो उस मिराज को मैं देख पाऊं। എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന മഹിമ ധനത്തെ തിരിച്ചറിയുവാൻ എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. इसके लिए इन दिनों में हमारे मसीह जिंदगी को बड़े ध्यान से हम तैयार कर पाए, ताकि उसके तुरंगी फूकने वाले आवाज हम सुनने पाए और उसके साथ हम यात्रा करने पाए। അതുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കാം. കർത്താവിന്റെ വരവിൽ കാഹള ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഒരുങ്ങി നിൽക്കാം. आमीन। इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए। ऐसे अवसर और अनुमति दिया परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। हमें भी आपकी प्रार्थना में उठाए रखिएगा। आपकी प्रार्थना हमारे लिए बहुत ही अनुग्रह का कारण है। थैंक यू। गॉड ब्लेस यू ऑल। आमेन, आमेन, आमेन। Amen. Amen. Amen.